2019 പ്രശസ്തമായ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന മലയാള ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ച നസ്ലിൻ കെ ഗഫൂർ പിന്നീട് 15ലധികം സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടു. മമ്മൂട്ടി നായകനായ ബ്ലോക്ക് ബസ്റ്റർ മധുരരാജയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് നസ്ലിൻ ആദ്യം മലയാള സിനിമയിൽ തൻ്റെ യാത്ര ആരംഭിച്ചത്. എന്നിരുന്നാലും തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലെ മെൽവിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതാണ് അദ്ദേഹത്തെ മലയാള സിനിമയിൽ ശ്രദ്ധേയനാക്കിയത്. തല നിറയെ ബുദ്ധിയുള്ള, കൗണ്ടറുകൾ കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കുന്ന തണ്ണീർമത്തൻ ദിനങ്ങളിലെ പപ്സ് പയ്യൻ, കുരുതിയിലെ കലിപ്പൻ, ഹോമിൽ ആർക്ക് സ്നേഹം തോന്നുന്ന അനിയൻ കഥാപാത്രം, ഇപ്പോൾ പ്രേമലുവിലെ സച്ചിൻ, വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചതെങ്കിലും ഇതിനകം തന്നെ മലയാളികളുടെ ഇഷ്ടം കവർന്നു കഴിഞ്ഞു നസ്ലിൻ കെ ഗഫൂർ. അഭിനയമാണ് സാറേ ഇവന്റെ മെയിൻ എന്ന് തോന്നിപ്പിക്കുന്നത്ര അനായാസേനയാണ് ഓരോ കഥാപാത്രത്തെയും നസ്ലിൻ അവതരിപ്പിക്കുന്നത്. ജോ ആൻഡ് ജോ, 18+, സൂപ്പർ ശരണ്യ, നെയ്മർ, കേശു ഈ വീടിന്റെ നാഥൻ, കുരുതി, മകൾ തുടങ്ങിയ സിനിമകളിലെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ പ്രതിഭാധനനായ നടനെന്ന നിലയിലുള്ള നസ്ലിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നു. 2024 ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പ്രേമലു എന്ന മലയാളം സിനിമയിൽ നസ്ലിൻ അഭിനയിച്ചു. അത് ആ വർഷത്തെ ഏറ്റവും മികച്ച വരുമാനം നേടിയ സിനിമകളിൽ ഒന്നായി മാറി. ഈ ചിത്രം മലയാളത്തിനൊപ്പം തമിഴിലും തെലുങ്കിലുമൊക്കെ സൂപ്പർ ഹിറ്റാണ്. തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിലാണ് നസ്ലിൻ്റെ വീട്. 2000 ജൂൺ 11 ജനനം. മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ നസ്ലിൻ തൻ്റെ ജീവിതം ഇങ്ങനെ പറയുന്നു: വീട്ടിൽ വാപ്പ, ഉമ്മ, ഒരു ചേട്ടൻ, പിന്നെ എൻ്റെ ഇരട്ട സഹോദരൻ എന്നിവരാണ് ഉള്ളത്. ഇരട്ടകളാണെങ്കിലും ഞങ്ങൾ ഐഡൻറ്റിക്കൽ ടീംസ് അല്ലാട്ടോ. അവനും എന്നെ പോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു സമയം 2 പടമൊക്കെ ചെയ്യാമായിരുന്നു എന്ന് പറയാറുണ്ട് ഞാൻ. അന്നും ഇന്നും നസ്ലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയെ കാണണമെന്ന ആഗ്രഹം കൊണ്ട് മധുരരാജ എന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി കയറിയാണ് നസ്ലിൻ്റെ അരങ്ങേറ്റം. ആ സിനിമയിൽ അഭിനയിച്ച 600 ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാൾ മാത്രമായിരുന്നു നസ്ലിൻ. പക്ഷേ തൻ്റെ ഇഷ്ടതാരമായ മമ്മൂട്ടിയെ നേരിൽ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു അവന്. 2019 തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ സംവിധായകൻ ഗിരീഷ് ഏടിയാണ് നസ്ലിനെ പരിചയപ്പെടുത്തിയത്. തലനിറയെ ബുദ്ധിയുള്ള, കൗണ്ടറുകൾ കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കുന്ന, തണ്ണിമത്തൻ ജ്യൂസും പപ്സും തിന്നാൻ കൂട്ടുകാരെ ക്ലാസ്സിൽ നിന്ന് ചാടിക്കുന്ന തണ്ണീർമത്തൻ ദിനങ്ങളിലെ പപ്സ് പയ്യൻ ഒറ്റ കാഴ്ചയിൽ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. നായികാനായകന്മാരായ മാത്യു തോമസിനും അനശ്വര രാജനും വിനീത് ശ്രീനിവാസനും ഒപ്പം തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ സയൻസ് പഠിക്കാനാവാതെ ഹ്യൂമാനിറ്റീസ് എടുത്ത മെൽവിനിലേക്കും പോയി. നായകന്റെ ചങ്കായി കൂടെ എത്തി നായകനേക്കാളും പേര് അവൻ നേടി. തണ്ണീർമത്തൻ ദിനങ്ങളിൽ അഭിനയിക്കുന്നതിന് മുൻപ് നസ്ലിൻ ഒരു ഷോർട്ട് ഫിലിമിൽ പോലും അഭിനയിച്ചിരുന്നില്ല. സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ അഭിനയവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല. കോളേജിലെ സുഹൃത്തുക്കൾ വഴി ഓഡിഷനെ കുറിച്ചറിഞ്ഞ് ചുമ്മാ പോയതാണ്. ഭാഗ്യം തുണച്ചു. ചിത്രത്തിൻ്റെ വൻ വിജയത്തിൻ്റെ ക്രെഡിറ്റ് നസ്ലിൻ കൊടുക്കുന്നത് സംവിധായകൻ ഗിരീഷിന് തന്നെയാണ്. താൻ സിനിമയിൽ ചെയ്ത ചില കഥാപാത്രങ്ങളെ പോലെ തന്നെയാണ് നസ്ലിൻ്റെ ജീവിതവും. ബിടെക് ഡ്രോപ്പ് ഔട്ട് എന്ന് തന്നെ പറയാം. ഒരു അഭിമുഖത്തിൽ നസ്ലിൻ തൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഞാൻ ശരിക്കും ഒരു ബിടെക് വിദ്യാർത്ഥിയാണോ എന്ന് പലരും ആശ്ചര്യത്തോടെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. +2 കഴിഞ്ഞ് സയൻസ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ചോദ്യമായി ഇനി എന്താ പ്ലാൻ, ബിടെക് ആണോ മെഡിസിൻ ആണോ? കുറച്ചുകൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം ഞാൻ ചാടി കയറി ചെയ്തു. ആ സമയത്തെ എൻ്റെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു ബിടെക്. പക്ഷേ അധികം വൈകാതെ തന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചിട്ട് പോന്നുവെന്നതിൽ സമാധാനമുണ്ട്. പക്ഷേ ഇപ്പോൾ സിനിമ തന്നെയാണ് നസ്ലിൻ്റെ ജീവിതം. സിനിമയിൽ തന്നെ ഫോക്കസ് ചെയ്യാനാണ് പ്ലാൻ. ഇപ്പോഴും ഓരോ സിനിമ ചെയ്യുമ്പോഴും എന്നെക്കൊണ്ട് പറ്റുമോ എന്ന ടെൻഷനുണ്ട്. പക്ഷേ ഞാനതിനെ ഓവർകം ചെയ്തു തുടങ്ങുന്നു. കാരണം എനിക്ക് സിനിമ ഇഷ്ടമായി തുടങ്ങി. അതിൻ്റെ പ്രോസസ്സൊക്കെ രസമാണ്. സിനിമയിൽ തന്നെ നിൽക്കണമെന്നാണ് ആഗ്രഹം. ചെയ്ത കഥാപാത്രങ്ങൾ ആളുകൾ ശ്രദ്ധിച്ചു എന്നത് ഞാനൊരു ഭാഗ്യമായി കരുതുന്നു. ഒരു പരിധിവരെ എന്നെ അതാത് കഥാപാത്രങ്ങൾക്കായി സമീപിച്ച, എന്നിൽ അങ്ങനെയൊരു കഥാപാത്രത്തെ കണ്ടവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മളെക്കൊണ്ട് ആ കഥാപാത്രത്തെ ചെയ്യിച്ചെടുത്ത സംവിധായകർക്കും. നല്ല സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് വലിയ ഭാഗ്യം, നസ്ലിൻ പറയുന്നു.